കാട്ടുകൊള്ളകൾക്ക് പലതിനും അരങ്ങൊരുങ്ങിയ വർഷമാണ് 2019. അയ്യന്റെ സ്വർണം കടത്താൻ പൊറ്റിയെ ഇറക്കി കളിച്ചതും യുവതീ പ്രവേശന കോലാഹലങ്ങൾക്കിടെ നടത്തിയ ഗൂഢാലോചനയും ഇന്ന് മറനീക്കി പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ വർഷം തന്നെയാണ് ലണ്ടനിലെ മണിയടിയിൽ മലയാളികളുടെ മുഴുവൻ ശ്രദ്ധയും കൊണ്ടുപോയി മറ്റൊരു തട്ടിപ്പും നടത്തിയത്. ലാവ്ലിനിൽ പ്രധാന നിക്ഷേപകരായ ഒരു കമ്പനിക്ക് ഉയർന്ന പലിശയ്ക്ക് മസാല ബോണ്ടുകൾ വിറ്റ് പിണറായി സർക്കാർ കോടിക്കണക്കിന് രൂപ നാട്ടിലെത്തിച്ചു. ലണ്ടനിലെ മണിയടിക്കും എത്രയോ മുമ്പ് ഡീൽ ഉറപ്പിച്ചെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. നാട്ടിൽ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കിട്ടുമെന്നറിഞ്ഞിട്ടും എന്തിനാണ് ഈ ബ്ലേഡ് പലിശയ്ക്ക് കടം വാങ്ങാൻ മുഖ്യനും കൂട്ടരും ലണ്ടനിലേക്ക് വണ്ടി കയറിയത്? കിട്ടിയ പണം ഉപയോഗിച്ച് എന്ത് വികസനമാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്? 5 വർഷത്തെ പലിശയും കൊടുത്ത് ലാവ്ലിൻ കമ്പനിയെ ഒന്നുകൂടെ ഉഷാറാക്കാൻ കരുതിക്കൂട്ടി നടത്തിയ നീക്കമാണോ ഇത്? ബോണ്ട് വാങ്ങിയ CDPQ കമ്പനിയുടെ ഉടമകൾ ആരാണ്? ലണ്ടനിൽ ലിസ്റ്റ് ചെയ്യും മുമ്പ് കമ്പനി അധികൃതർ തലസ്ഥാനത്തെത്തി ചർച്ച നടത്തിയത് എന്തിനാണ്? ആ ചർച്ചയിൽ പങ്കെടുത്തത് ആരൊക്കെ? ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മസാല ബോണ്ടുകളിൽ എരിവ് കൂടുകയാണ്. മുഖ്യന്റെ പങ്ക് എന്താണ്?